കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതുപോലെയുണ്ട് ഈ ശ്രീകുമാറിനെതിരെ അതുപോലെ തന്നെ ബിജു സോപാനത്തിനെതിരെ ഒരു കേസ് വരുന്നത്. കൂടെ അഭിനയിച്ചൊരു നായികയോട് അപമര്യാദയായിട്ട് പെരുമാറി ഇങ്ങനെ വീഡിയോ ഫോണിലെടുത്തു എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ആ സീരിയലിലൊന്നും അഭിനയിക്കുന്നില്ല, എല്ലാവരും പല രീതിയിലാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ നാളായിട്ട് ഒരു ഇൻ്റർവ്യൂസോ കാര്യങ്ങളോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോഴുണ്ടെങ്കിൽ ശ്രീകുമാറിൻ്റെ ഭാര്യയുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭാഗങ്ങൾ പറയുന്നത് തനിക്കൊന്നും ഒരു പേടിയില്ല, ഞങ്ങളുടെ ഭാഗത്താണ് ശരിയെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇതുപോലെ ഒരുപാട് പേര് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് വന്ന് കേസ് കൊടുക്കാറുണ്ട്, അത് പാവങ്ങളായുള്ള ഒരുപാട് പേർക്കാണ് ബാധിക്കുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എവരുടെ ഭാഗം മാത്രമാണ് പറയുന്നത്, നമുക്കിത് ശരിയാണോ തെറ്റാണോ ഒന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും നമുക്ക് വേറെ ഒരുപാട് കേസ് ഉദാഹരണമായിട്ട് എടുക്കുക. ഇപ്പോൾ ഈ നിവിൻ പോളിയുടെ ആയിരുന്നാൽ പോലും കേസിലുണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ ഇതേണക്ക് വന്ന് കള്ളത്തരമായിട്ടൊരു കേസ് കൊടുക്കുക, അത് പിന്നെ തെളിയിക്കപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ പറയുന്നത് എല്ലാം ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ കേസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ കാര്യങ്ങളൊന്നും നമുക്ക് ഒന്നും കറക്റ്റായിട്ട് അറിയത്തുമില്ല. സോ എന്നിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവരുടെ ഭാഗം ഭയങ്കരമായിട്ട് ന്യായീകരിക്കാനാണോ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല തനിക്ക് ആരെയും പേടിയെന്നുള്ള രീതിയിൽ ഉറപ്പെടുത്തിക്കാൻ വേണ്ടിയാണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഇത് കണക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്കുണ്ടെങ്കിൽ ആരെയും പേടിയില്ല, ഈ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആത്മഹത്യ തന്നെ ചെയ്യും, അതല്ലാതെ വേറൊന്നും ചെയ്യത്തില്ലെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിനെപ്പറ്റിയുള്ള യഥാർത്ഥ നടന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നാളെ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ.